നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. മറ്റൊരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. നമ്മളിപ്പോൾ +2 സേയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ടായിരുന്നു. എൻ്റെ നോട്ടത്തിൽ പഴയതിലൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. ആവശ്യക്കാർ കൂടിയതും ആവശ്യം കൂടിയതും ഇത് രണ്ടും ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇപ്പോഴെങ്കിലും +2 നല്ലപോലെ പഠിച്ച് പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹം വരികയും ആ രീതിയിൽ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഈ എക്സാം എല്ലാവരും പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറൻസിയേഷനിലെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഒത്തിരി കൂടുതൽ പഠിച്ചിട്ടില്ലെന്നറിയാം, എന്നാലും കുഴപ്പമില്ല, എക്സാമിന് വരുന്നതാണ്. ഇത് കണ്ടോ, x⁻tan x. ഒന്നുമില്ല, സിമ്പിളാണ് കേട്ടോ, വളരെ പതുക്കെ പഠിക്കാം. ഡിഫറൻഷിയേറ്റ് എന്ന് തുടങ്ങും കേട്ടോ. ഡിഫറൻഷിയേറ്റ് x⁻tan x വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് x⁻tan x വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ x⁻tan x ഒരു പേര് കൊടുക്കണം, അല്ലേ? നല്ലൊരു പേര് കൊടുത്തേക്കാം, y = x⁻tan x. ഈ പവറിൽ tan x ഇട്ടുകൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പവറിൽ tan x ഇട്ടുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പുറത്ത് വരുത്തണം. അതിനാണ് നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ എഴുതും അപ്ലൈയിങ് ആരാണ്? ലോഗ്. ലെഫ്റ്റും റൈറ്റും ലോഗ് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ലോഗ് y = ലോഗ് ഓഫ് x⁻tan x. കുഴപ്പമില്ലല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പുറം ഇപ്പുറം ഒന്ന് ലോഗ് ചേർത്ത് എഴുതി ഒന്നുമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ലോഗ് y ഈസ് ഈക്വൽ ടു ഈ tan x തന്നെ നമ്മൾ ഇങ്ങ് വരുന്നുണ്ട്, ഇവിടെ വരും കേട്ടോ, ഇവിടെ വന്ന് നിൽക്കും, ഇങ്ങ് പോരും. അപ്പം tan x ആദ്യം പോന്നേ, പിന്നെ ആരേ ഉള്ളൂ ഇനിയും? ഇയാളിങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് മോനെ? log x. അത്രേ ഉള്ളൂ, ഉണ്ടോ? ഇപ്പം tan x log x. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മോനെ, ഡിഫറൻഷിയേറ്റിംഗ്. ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ലോഗ് y അറിയാൻ പറ്റുന്ന ശ്രദ്ധിച്ചാണ് ഞാനിവിടെ എഴുതുന്നുണ്ട്. ലോഗ് എക്സ് ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ 1/x. ലോഗ് y ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ 1/y. തീർന്നില്ല, ഇൻറ്റു dy/dx എന്നുകൂടെ എഴുതണം. y ആയതുകൊണ്ടാണ് dy/dx എഴുതുന്നത്. x ആകുമ്പോൾ 1/x മതി, y ആണെങ്കിൽ 1/y യുടെ എഴുതിയ ശേഷം dy/dx എഴുതണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1/y ഇൻറ്റു dy/dx. റൈറ്റ് സൈഡ് പ്രോഡക്റ്റ് റൂളാണ്. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് വരുന്നതുകൊണ്ട് ആ റൂളിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് പേരുടെയും ഡെറിവേറ്റീവ് അറിയണേ. ഞാനൊന്ന് എഴുതിയേക്കാം. tan x-ൻ്റെ ഡെറിവേറ്റീവ് ആരാമനെ? sec² x ആണ് കേട്ടോ. log x-ൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നുണ്ട് ഇവിടെ 1/x, അപ്പോൾ അത് മതി. അപ്പോൾ നോക്കിയാണേ, പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റിനെ നോക്കി എഴുതുക. അപ്പോൾ tan x ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എഴുതണം, log x-ൻ്റേത് 1/x. അപ്പോൾ തീർന്നില്ല കേട്ടോ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ്, നേരെ തിരിച്ച് പ്ലസ്, സെക്കൻഡ് ഇൻറ്റു log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് tan x-ൻ്റെ ഡെറിവേറ്റീവ് ഇപ്പം ഞാൻ പറഞ്ഞു എത്ര? sec²x. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിജയിച്ച് തീർന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഈസ് dy/dx ഈക്വൽ ടു ഈ y ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു ഇത്രയും അങ്ങ് ബ്രാക്കറ്റ് എഴുതുന്നത് tan x ഇൻറ്റു 1/x, tan x/x എന്ന് എഴുതാം കേട്ടോ. tan x മണ്ടയ്ക്ക് x താഴെ പ്ലസ് sec² x ഇൻറ്റു log x. കഴിഞ്ഞു കേട്ടോ. ഈ y-ക്ക് പകരം ഈ y-യുടെ കണ്ട് ഇതിനെ എടുത്ത് കൊടുത്താൽ നല്ലതാണ്. എഴുതിയില്ലേലും ഒരു കുഴപ്പമില്ല, മാർക്കൊന്നും കുറയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കുഴപ്പമില്ലല്ലോ, ചെയ്യാമല്ലോ. പിന്നെ ആർക്കെങ്കിലും ക്ലാസ്സിനെയും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, സമയം കളയേണ്ട, ജോയിൻ ചെയ്യാം. ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് കേട്ടോ. നിങ്ങളെ ജയിപ്പിക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സും എല്ലാ കോൺഫിഡൻസ് നിന്നുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഗുഡ് ബൈ.